നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ്. മാർച്ച് 25 മുതൽ 31 വരെയുള്ള 2026 വർഷത്തെ ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാരുടെ കാര്യം എടുക്കുമ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാര് ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇവർക്ക് പോസിറ്റീവ് എനർജിയുടെ കുറവുകളുണ്ട്. ഈ പോസിറ്റീവ് എനർജിയൊക്കെ ബുധനാഴ്ച വ്രതം എടുക്കുമ്പോൾ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പട്ടിണി ഇരിക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് ശാരീരികമായിട്ട് വ്രതം എടുക്കാൻ സാധിക്കാത്തവരൊക്കെ, അതായത് നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മൾക്ക് പട്ടിണിയൊന്നും ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട്, അങ്ങനെ നമ്മളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ശാരീരികമായിട്ട് വ്രതമെടുക്കാവുന്നതാണ്. അന്നേ ദിവസം നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളൂ. എന്നാൽ മാനസികമായിട്ട് തീർച്ചയായിട്ടും 100% നിങ്ങൾ വ്രതത്തിലാണെങ്കിൽ മാത്രമേ ഈ ഫലം ഉണ്ടാകുകയുള്ളൂ. മാനസികമായിട്ട് 100% എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മതത്തിലാണോ, ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തെയും മതത്തെയും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെയോ മതത്തിന്റെയോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട്, മനസ്സിലാണെങ്കിലും ഉറക്കെയാണെങ്കിലും ജപിച്ചുകൊണ്ട് സൂര്യ ഉദയം മുതൽ അസ്തമനം വരെ ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ, മുൻപോട്ടുള്ള ചിന്തകൾ ഒന്നും പാടില്ല. എല്ലാം ഈശ്വരനിൽ ലയിച്ചിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാകുകയുള്ളൂ. എല്ലാവരും വ്രതം എടുക്കുമ്പോൾ ഉപവാസം പോലെയാണ് എടുക്കുന്നത്. അതൊന്നും അല്ല വ്രതം. വ്രതത്തിന് യഥാർത്ഥമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൂരാടം നക്ഷത്രക്കാരുടെ മൂലമന്ത്രം നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ 7 മുതൽ 108 തവണ വരെ ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഈ മന്ത്രം നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും നോക്കി മനസ്സിലാക്കി ജപിക്കാൻ കഴിയുമെങ്കിൽ ജപിക്കുക. കാരണം അന്നേ ദിവസം പൂർണ്ണമായിട്ടും പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നതാണ്. ഇനി ഫലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ആരോഗ്യസ്ഥിതിയിലൊക്കെയാണ് കുട്ടികൾ പോകുന്നത്. ഒരു 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യമെല്ലാം വളരെ നന്നായിരിക്കും. എന്നിരുന്നാലും നമ്മൾ കുട്ടികളെ ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ചില ആകുലതകളും വളരെയധികം ഭാരവും ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഇനി മുന്നോട്ട് എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ള ഒരു വളരെ ആദിയോടെയുള്ള ഒരു സംസാരമൊക്കെ ഇവർക്ക് ഉണ്ടായേക്കാം. അതൊക്കെ നമ്മൾ ചുറ്റുമുള്ളവരും മാതാപിതാക്കളുമാണ് മനസ്സിലാക്കേണ്ടത്. അവരെ ഒരിക്കലും നമ്മൾ സമ്മർദ്ദത്തിലാക്കരുത്. വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ലളിതമായിട്ട് അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുക അവരുടെ അടുത്ത്. കാരണം വിദ്യാർത്ഥികൾക്ക് ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് മറ്റ് തരത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ചുറ്റുമുള്ളവരാണ്. അതുകൊണ്ട് അധികം അവരെ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക. ചുറ്റുമുള്ളവരാണ് ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളവരെ മാതാപിതാക്കൾ തന്നെ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് അകറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാരോട് നമ്മൾക്ക് പറയാനുള്ളത്, ഈ ബിസിനസ്സിലൊക്കെ ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യുക, മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. പൊതുവായിട്ടുള്ള ഫലമാണ്. അപ്പോൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഇത് ബാധകമാണ്. ബന്ധുക്കൾ നിങ്ങളുമായിട്ട് കലഹിക്കാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും അതുമൂലം നിങ്ങൾക്ക് നഷ്ടമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതിനൊന്നും ഇട കൊടുക്കരുത്. ജീവിതത്തിൽ ചില നിരാശാബോധമൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അതിന്റെ കാര്യമില്ല. കാരണം നമ്മളുടെ സമയം എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സമയം കഴിഞ്ഞ് അടുത്ത സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ലാഭമുണ്ടാകും, ചിലപ്പോൾ നഷ്ടമുണ്ടാകും. ജീവിതത്തിലെ കർമ്മപഥത്തില് നമ്മൾ ചെയ്തു കൂട്ടിയ പാപപുണ്യ ഫലങ്ങളുടെ അനുഭവം നമ്മൾ ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ അനുഭവിക്കേണ്ടതുണ്ട്. അത് നമ്മൾക്ക് കുറച്ചൊക്കെ മാറ്റാൻ കഴിയുന്നതാണ്. പ്രാർത്ഥന കൊണ്ടും ഇതുപോലെയുള്ള വ്രതം, ഉപവാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾക്ക് ഒരുപാട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനുള്ള ഒരു ശക്തി നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ ആത്മീയതയിലേക്കൊക്കെ ഒന്ന് പോകുന്നത് വളരെ നല്ലതാണ്. ഒരു യാത്രയൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. മനസ്സിനെ എപ്പോഴും
ശാന്തമാക്കി ഇരിക്കുവാൻ ശ്രമിക്കുക. പൂരാടം നക്ഷത്രക്കാരോട് നമുക്ക് പറയാനുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് പാടില്ല. കാരണം മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹകരമായിരിക്കും. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പറ്റി കേൾക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കിംവദന്തികളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയണം. അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കരുത്. പേരുദോഷമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ മാറി വരുന്നതാണ്. അപമാനമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം പൂരാടം നക്ഷത്രക്കാരൊന്ന് കരുതിയിരിക്കണം. മാർച്ച് 25 മുതൽ 31 വരെ നമ്മൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിനെല്ലാം ഒന്ന് കരുതിയിരിക്കുക. ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മൾക്ക് എന്ത് ചെയ്താലും ഒരു നിരാശാബോധം സമ്മാനിക്കുന്ന ഒരു സമയമുണ്ടാവും. അതുപോലെ ഒരു സമയത്തിലൂടെയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കടന്നു പോകേണ്ടി വരുന്നത്. പക്ഷെങ്കിൽ ഇതെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളൊന്നും വലുതായിട്ട് വരില്ല. നിങ്ങളൊന്ന് ബിസിനസ്സിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയുന്നതാണ്. ശത്രുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശത്രുശല്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ കാളിദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഈ മാർച്ച് 25 മുതൽ 31 വരെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം നിങ്ങളുടെ ജീവിതം വളരെയധികം സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാ പൂരാടം നക്ഷത്രക്കാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.